ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹം ആളുകൾക്കൊപ്പം സെൽഫി എടുക്കുന്ന കാഴ്ചകൾ ഉൾപ്പെടെ നമുക്ക് കാണാം. ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മൊമെൻ്റാണ്, ഇനിയിപ്പോൾ കുറച്ച് സമയവും കൂടിയുള്ളൂ, പെട്ടി പൊട്ടും. എന്താണ് ഒരു പ്രതീക്ഷ? അല്ല, ഇനി പ്രതീക്ഷേൻ്റെ പ്രശ്നമില്ലല്ലോ. പ്രതീക്ഷകളൊക്കെ നിലത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പെട്ടി പൊട്ടിക്കല്ലേ, കാണാമല്ലോ. മണിക്കൂറുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് നമുക്ക് കാണാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഞാനൊരു പ്രതീക്ഷ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്നാലും ഉണ്ടാവുമല്ലോ ഇത്ര വോട്ട്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അത് നമ്മൾ നല്ലൊരു ഭൂരിപക്ഷത്തിന് UDF വിജയിക്കും. അതുതന്നെയാണ് നമുക്ക് അവസാന വട്ടം വരെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട്. ഇതിലിപ്പം PV അൻവറൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടേണ്ട ചില 10,000 വോട്ട് സ്വരാജിന് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ടിസ്റ്റുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതൊക്കെ നമുക്കിപ്പം മണിക്കൂറുകൾ കൊണ്ട് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഇപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നിനും മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും യു വെയിറ്റ് ആൻഡ് സീ. ഫുൾ ഓഫ് കോൺഫിഡൻസിൽ അങ്ങ് പോവാണ്. അത് തീർച്ചയായിട്ടും. അതിനെന്താ കോൺഫിഡൻസിന് എന്താ കുറവ്? ഒരു കുറവില്ലല്ലോ. കോൺഫിഡൻസ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും, ഞങ്ങളുടെ നേതൃത്വത്തിനോ? കാരണം നമ്മുടെ UDFൻ്റെ പ്രവർത്തകർ നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. നേരത്തെ ജോയിയോട് സംസാരിക്കുമ്പോൾ ജോയി പറയായിരുന്നു 12,000 വോട്ട് ഭൂരിപക്ഷം എന്നുള്ളത് ഉറപ്പാണ്, അതിന് മുകളിലേക്ക് എത്രയെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്ന്. അതായത് ജോയി നയിച്ചു എന്നുള്ളത് ഷൗക്കത്തിൻ്റെ പറഞ്ഞു. 100%. ഇവരൊക്കെ വിളിച്ച മുദ്രാവാക്യം കേട്ടല്ലോ, ബാപ്പുട്ടി ജയിക്കട്ടെ, എന്താ VS ജോയി നയിക്കട്ടെ എന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നല്ല ഭൂരിപക്ഷമുണ്ട്. ഇനിയിപ്പം ഈ കൗണ്ടിങ് കഴിഞ്ഞാൽ എന്താ അടുത്ത പരിപാടി? അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു? ഇല്ല, ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല. ഇത് കൗണ്ടിങ് കഴിഞ്ഞിട്ട് ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ, ലീഡേഴ്സായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഫീഡ്ബാക്ക് തരും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.